ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദൂസ് ഇൻ വണ്ടർലാൻഡ്. ഇന്ന് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്ന മൂവിയാണ് റായ ആൻഡ് ദ ലാസ്റ്റ് ഡ്രാഗൺ. ശിലയായി മാറിയ തൻ്റെ നാടിനെയും ജനങ്ങളെയും രക്ഷിക്കാൻ പോകുന്ന റായ എന്ന പെൺകുട്ടിയുടെയും അവളുടെ അവസാനത്തെ ഡ്രാഗനായ സിസു ടാറ്റു എന്ന പെൺ ഡ്രാഗൻ്റെയും കഥ പറയുന്ന ഈ മൂവി ഈ വർഷം റിലീസ് ചെയ്തതാണ്. സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും കഥ പറയുന്ന ഈ മൂവിയുടെ കഥ നമുക്ക് കേൾക്കാം. ഇതാണ് കുമാൻഡ്ര മരുഭൂമി. ഈ മരുഭൂമി 500 വർഷങ്ങൾക്ക് മുൻപ് വളരെ പ്രകൃതി ഭംഗി ഉള്ളതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പരസ്പരം വളരെ സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത്. അതിനു കാരണം അവിടെയുണ്ടായിരുന്ന ഡ്രാഗൺസ് ആണ്. ആ ഡ്രാഗൺസ് ആണ് കുമാൻഡ്രയെ വളരെ പ്രകൃതി ഭംഗി ഉള്ളതും അവിടെയുള്ള ജനങ്ങളെ വളരെ സ്നേഹത്തിലുമാക്കിയത്. അങ്ങനെ വളരെ സമാധാനത്തിൽ ജീവിച്ചിരുന്ന ആ നാട്ടിലേക്ക് തിന്മശക്തികളായ ട്രൂൺ വന്ന് അവിടുത്തെ ജനങ്ങളുടെ ആത്മാവിനെ എടുത്ത് അവരെ ശിലയാക്കി മാറ്റി. അങ്ങനെ ഓരോരുത്തരെയും ശിലയാക്കുമ്പോൾ ആ ട്രോണിൻ്റെ എണ്ണവും വർദ്ധിച്ചു വന്നു. അവരെ തടയാൻ ഡ്രാഗൺസ് അവരുടെ മുഴുവൻ ശക്തിയോടുകൂടി പ്രതികരിച്ചെങ്കിലും ട്രോണിൻ്റെ ശക്തിക്കെതിരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഡ്രാഗൺസും ശിലയായി മാറിപ്പോയി. അപ്പോൾ അവിടുത്തെ അവസാന ഡ്രാഗനായ സിസു ടാറ്റു എന്ന പെൺ ഡ്രാഗൺ അതിൻ്റെ എല്ലാ ശക്തിയും കൊടുത്ത് ഒരു മാണിക്കക്കല്ലുണ്ടാക്കി. ആ മാണിക്കക്കല്ലിൻ്റെ ശക്തി കൊണ്ട് അവിടുത്തെ ട്രൂണിൻ്റെ ഒരു അംശം പോലും ബാക്കി വെക്കാതെ ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ അവിടെ ശിലയായി മാറിയ മനുഷ്യർക്ക് അവരുടെ ആത്മാവിനെ തിരിച്ചു കിട്ടി പഴയതുപോലെ ചലിക്കാൻ കഴിയുന്ന മനുഷ്യരായി മാറി. എന്നാൽ പോലും ശിലയായി മാറിയ ഡ്രാഗൺസിനെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ ആ മാണിക്കക്കല്ലിന് സാധിച്ചില്ല. ഇപ്പോഴും ആ പെൺ ഡ്രാഗന്റെ ഓർമ്മയിരിക്കുന്നത് ആ മാണിക്കക്കല്ലിലാണ്. എന്നാൽ ആ സംഭവത്തിനു ശേഷം ആ പെൺ ഡ്രാഗൻ എവിടെയാണ്, എവിടെ പോയി എന്നൊന്നും ആർക്കും അറിയില്ല. ആ ഡ്രാഗന്റെ ത്യാഗത്തെ മനസ്സിലാക്കി ആ മാണിക്കക്കല്ലിനെ പൂജിച്ച് പഴയതുപോലെ സ്നേഹത്തോടെ ഇരിക്കാതെ ആ മാണിക്കക്കല്ലിനു വേണ്ടി ജനങ്ങൾ പരസ്പരം തമ്മിൽ തല്ലാൻ തുടങ്ങി. ഡ്രാഗന്റെ രൂപത്തിൽ ഒന്നായുണ്ടായിരുന്ന കുമാൻഡ്ര 5 ചെറിയ നാടുകളായി മാറി. 5 നാടുകളിലും പരസ്പരം വിരോധവും വിദ്വേഷവും കെട്ടിപ്പൊക്കി. അതുകൊണ്ട് തന്നെ ആ മാണിക്കക്കല്ല് ആരും അറിയാതെ മറച്ചുവെച്ചു. 500 വർഷങ്ങൾക്ക് മുൻപ് നടന്നത് ഇതുമാത്രമാണ്. എന്നാൽ ഇപ്പോഴും ഇവർ കല്ലായിരിക്കുന്നതിന് കാരണം 6 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത ഒരു തെറ്റായ പ്രവൃത്തിയാണ്. ഇങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് റായ 6 വർഷങ്ങൾക്ക് മുൻപ്. റായ പറഞ്ഞ കഥ ഇവളുടെ നാടായ ഹാർട്ടിൽ നടക്കുന്നത് കാരണം ആ മാണിക്കക്കല്ല് ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്. ആ മാണിക്കക്കല്ല് എടുക്കാനാണ് ഇവൾ പോകുന്നത്. റായ മിജോ ഡ്രസ്സും 2 ബാംബൂ സ്റ്റിക്കും മാസ്കും ധരിച്ച് ഒരു പഴയ കെട്ടിടത്തിലേക്ക് പോയി. എന്നാൽ അവിടെ ധാരാളം ട്രാപ്സ് ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകാൻ അവളെ സഹായിച്ചത് അവളുടെ പെറ്റാണ്. ഇതിൻ്റെ പേരാണ് ടുക് ടുക്. റായ ട്രാപ്പെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെള്ളം റിവേഴ്സിൽ പോകുന്നു. അവിടെ അടുത്തായി തന്നെ സിസു ഡ്രാഗന്റെ ആ മാണിക്കക്കല്ലും ഇരിക്കുന്നത് കണ്ടു. അത് കണ്ട് റായ ആ മാണിക്കക്കല്ല് അത്ര പെട്ടെന്നും കൈയടക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ അവിടേക്ക് അദ്ദേഹം വരുന്നത് ഷിഫ് ബംഗ, റായയുടെ അച്ഛൻ. റായയ്ക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തതും അവളെ ട്രെയിൻ ചെയ്യിപ്പിച്ചതും അദ്ദേഹമാണ്. എന്നെ ഈ പ്രാവശ്യം നിങ്ങൾക്ക് തടയാൻ കഴിയില്ല എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ ഈ വട്ടത്തിലേക്ക് നിന്റെ കാല് പോലും തട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും റായ അവളുടെ സാമർത്ഥ്യത്തിലൂടെ അവളുടെ വലിയ വിരൽ ആ തറയിൽ തട്ടിച്ചിട്ടുണ്ടാകും. അത് കണ്ട് റായയുടെ അച്ഛൻ തൻ്റെ മകളെ ഓർത്ത് വളരെ അഭിമാനമുണ്ടെന്നും നീ ഈ ടെസ്റ്റിൽ പാസ്സായി എന്നും പറഞ്ഞിട്ട് ആ മാണിക്കത്തെ വണങ്ങി നമ്മുടെ നാടിനെ ഭരിക്കാൻ പോകുന്ന അടുത്ത റാണി മാത്രമല്ല നീ, ഈ മാണിക്കത്തെ ഇതുപോലെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തവും നിനക്കാണ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വെള്ളം റായയുടെ തലയിൽ ഒഴിച്ചു. അവരുടെ നാട് വളരെ വെൽത്തിയാണെങ്കിലും കൂടി നാട്ടിലെ ജനങ്ങൾ തുണിയിൽ എംബ്രോയ്ഡറി ചെയ്യുന്ന ജോലിയിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. റായ ആ മാണിക്കം സംരക്ഷിക്കുന്നതിൽ വളരെയധികം ക്യൂരിയസ് ആയിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ മറ്റു 4 നാട്ടിൽ നിന്ന് അവിടുത്തെ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോവുകയാണ്. അത് കേട്ട് റായ ആര് വന്നാലും അവരെയെല്ലാം ഒറ്റയ്ക്ക് നേരിടാനുള്ള ധൈര്യം എനിക്കിപ്പോൾ ഉണ്ട്. എന്നിട്ട് ആ 4 നാടുകളെ പറ്റി റായ അച്ഛനോട് പറയുന്നു. ആദ്യത്തേത് ടെയിൽ. ആ നാട്ടിലെ ആളുകൾ കുറുക്കനെ പോലെ പതിഞ്ഞിരുന്നു ഫൈറ്റ് ചെയ്യും. അടുത്തത് ടാലോ. അവരുടെ കഴിവ് വെള്ളത്തിൽ നീന്താൻ കഴിയുന്നതാണ്. മറ്റു നാടുകളെ അറ്റാക്ക് ചെയ്യുന്നതിൽ വേഗത കൂടിയവർ. പിന്നെ സ്പെയിൻ. മുള്ളങ്കാട്ടിൽ ജീവിക്കുന്ന ഇവർ രൂപത്തിൽ വലുതും മൂർച്ചയുള്ള കോടാലികളെ ആയുധമാക്കി ഉപയോഗിക്കുന്നവരുമാണ്.
അവസാനം ഫ്രാങ്ക്, ഇവരാണ് മുഖ്യ ശത്രുക്കൾ. എപ്പോഴും ദേഷ്യത്തിൽ ഇരിക്കുന്ന അവിടുത്തെ ആളുകളെക്കാളും അവരുടെ പൂച്ചകളാണ് കൂടുതൽ അപകടകാരികൾ. ഇതൊക്കെ പറഞ്ഞ് അവരെങ്ങനെ വന്നാലും നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ റായയുടെ അച്ഛൻ 5 നാട്ടിലെ ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് അവർക്ക് വിരുന്നു കൊടുക്കാൻ പോവുകയാണ് എന്ന് വളരെ കൂളായി പറഞ്ഞപ്പോൾ, അവർ നമ്മുടെ ശത്രുക്കളല്ലേ, പിന്നെന്തിനാ ഇങ്ങനൊക്കെ എന്ന് ചോദിച്ചപ്പോൾ, ഡ്രാഗന്റെ ഷേപ്പിൽ ഒന്നായിണ്ടായിരുന്ന കുമാൻഡ്ര 5ആയി വീതം വെച്ച് വ്യത്യസ്ത പേരുകളായി മാറിയ നാടുകളെ വീണ്ടും ഒരുമിപ്പിച്ച് കുമാൻഡ്ര ആക്കണം എന്നാണ് റായയുടെ അച്ഛന്റെ ആഗ്രഹം. തന്റെ ജനറേഷനിലെങ്കിലും ഈ ആഗ്രഹം സഫലമാകണം എന്നും അദ്ദേഹം റായയോട് പറഞ്ഞു. മറ്റു 4 നാട്ടുകാർക്ക് ഇവരുടെ ഹാർട്ട് നാടിനോട് അസൂയയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ നാട് ഇത്രയും വലുതാകാൻ കാരണം ആ മാണിക്കക്കല്ല് ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ക്ഷണപ്രകാരം മറ്റു നാട്ടുകാർ വന്നപ്പോൾ ഷിഫ്ബംഗ അവരോട് വളരെ നല്ലതിൽ പണ്ടത്തെ പോലെ ഒന്നായി ഒരുമയോടെ ഉണ്ടാകണം എന്ന് പറഞ്ഞെങ്കിലും മറ്റു നാട്ടുകാർ അതിനെ എതിർത്ത് സംസാരിച്ചു. ഇങ്ങനെ എല്ലാവരും എതിർത്ത് വളരെ ദേഷ്യത്തിൽ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി റായ അവളുടെ ദേഷ്യം പുറത്തു കാണിക്കാതെ അവരോട് വളരെ നല്ലതിൽ, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഫ്രാങ്ക് നാട്ടിലെ ചീഫ് അവരുടെ മകൾ നെമാരിയെ കഴിക്കാൻ വിട്ടു. അവളുടെ കഴുത്തിൽ സിസു ഡ്രാഗന്റെ ഡോളർ കണ്ട് റായയും അവളോട് ഒരു ഫ്രണ്ടിനെ പോലെ പെരുമാറി. നെമാരി റായയോട് സിസു ഡ്രാഗൻ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് പറഞ്ഞ് ഡ്രാഗൺ സ്കോർ കാണിച്ചു കൊടുത്ത് അതിൽ സിസു ഡ്രാഗൺ ഡ്രൂണിനെ ഇല്ലാതെയാക്കി വെള്ളത്തിൽ വീണ് നദിയുടെ കോണറിലേക്ക് പോയി. എന്നാൽ അവിടെ ഒരുപാട് നദികളുടെ കോണറുകളുണ്ട്. അതുകൊണ്ട് സിസു ഡ്രാഗൺ ഇപ്പോൾ ഏത് നദിയിലാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ അതിനെ കണ്ടുപിടിച്ചാൽ ഈ ലോകം പണ്ടത്തെ പോലെയാകും എന്ന് പറഞ്ഞ് നെമാരി അവളുടെ ഡോളർ റായക്ക് കൊടുത്തു. അതുകൊണ്ട് റായയും അവൾക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായി കാണിച്ചു കൊടുക്കണം എന്ന് കരുതി ആ മാണിക്കക്കല്ലിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ നെമാരി അവളുടെ തനി നിറം കാണിച്ചത്. നെമാരി ഇത്രയും നേരം റായയോട് ഒരു ഫ്രണ്ടിനെ പോലെ അഭിനയിച്ചത് ആ മാണിക്കക്കല്ല് എടുക്കാനായിരുന്നു. റായ അവളോട് ഫൈറ്റ് ചെയ്തെങ്കിൽ കൂടി നെമാരി അവളുടെ ആളുകൾക്ക് സിഗ്നൽ കൊടുത്തു. അവർ ഗുഹയിലേക്ക് പോകുന്നത് റായയുടെ അച്ഛൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ റായയുടെ അച്ഛൻ അവരുടെ സ്പെഷ്യൽ കത്തിയെടുത്ത് ഫ്രാങ്ക് നാട്ടിലെ ആളുകളോട് എതിർത്ത് നിൽക്കുമ്പോൾ തന്നെ അവിടേക്ക് മറ്റു നാടുകളിലെ ആളുകൾ വന്നിട്ടുണ്ടാകും. അവരോട് എതിർത്താൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അവരോട് വളരെ നല്ലതിൽ സംസാരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ആരോ റായയുടെ അച്ഛന്റെ കാലിലേക്ക് അമ്പെയ്തു. ആ തക്കത്തിൽ മറ്റു നാട്ടുകാർ ആ മാണിക്കക്കല്ലിന്റെ അടുത്തേക്ക് പോയി എനിക്ക് വേണം, അല്ല അത് എന്റേതാണ് എന്നൊക്കെ പറഞ്ഞ് ആ മാണിക്കം സ്വന്തമാക്കാൻ നോക്കുന്ന ധൃതിയിൽ ആ മാണിക്കം നിലത്ത് വീണ് 5 കഷ്ണങ്ങളായി. ഉടനെ തന്നെ അവിടെ വിള്ളലുണ്ടായി. പാതാളത്തിൽ നിന്ന് ട്രൂൺ പുറത്തേക്ക് വന്നു. പെട്ടെന്ന് ആ ട്രൂൺ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ ആത്മാവിനെ എടുത്ത് ആ ട്രൂൺ 2ആയി മാറി. അപ്പോൾ തന്നെ റായയുടെ അച്ഛൻ മാണിക്കക്കല്ലിലെ ഒരു കഷ്ണമെടുത്ത് ആ ട്രൂണിന് നേരെ കാണിച്ചതും അത് പേടിച്ച് മാറുന്നത് കണ്ട് മറ്റുള്ളവരും അതിലിപ്പോഴും പവറുണ്ട് എന്ന് പറഞ്ഞ് ഓരോ കഷ്ണവും എടുത്തു കാണിച്ചു. എന്നാൽ പോലും ആ ട്രൂൺ ഒരുപാട് ആളുകളുടെ ആത്മാവിനെ എടുത്ത് അതിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു. റായ കാലിന് പരിക്കേറ്റ അച്ഛനുമായി ഓടുമ്പോൾ റായയുടെ അച്ഛൻ, എനിക്കിനി ഈ 5 നാടുകളെ ഒരുമിപ്പിച്ച് കുമാൻഡർ ആക്കാൻ കഴിയില്ല. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. നീ വേണം മാണിക്കത്തിന്റെ മറ്റു കഷ്ണങ്ങൾ കണ്ടെത്തി എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന മാണിക്ക കഷ്ണം റായക്ക് നൽകി അവളെ നദിയിലേക്ക് തള്ളിയിട്ടു. അവൾ ആ നദിയിലേക്ക് വീഴുന്ന സമയത്ത് തന്നെ അവളുടെ അച്ഛനും ശിലയായി മാറിയിട്ടുണ്ടാകും. പിന്നെ 6 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. റായ മാത്രമല്ല ടുക്ടുക്കും വലുതായിരിക്കുകയാണ്. അവരിപ്പോൾ ഉള്ളത് ടൈൽ നാട്ടിലാണ്. പോകുന്ന വഴിയിലെല്ലാം കല്ലായി മാറിയ ജനങ്ങളും ഉണ്ടായിരുന്നു. റായ അവിടെയുള്ള മരുഭൂമികളിലെ അരുവികളിലെല്ലാം സിസു ഡ്രാഗനെ തേടി. പക്ഷേ അവിടെയൊന്നും സിസുവിനെ കിട്ടിയില്ല. ഇനി അവസാനത്തെ ഒരു അരുവിയാണ് ഇത്. ഇവിടെയെങ്കിലും സിസുവിനെ കണ്ടുകിട്ടിയാൽ മതി എന്ന് കരുതി റായ അവിടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് റായയുടെ മുന്നിലേക്ക് ട്രൂൺ വന്നെങ്കിലും അവളുടെ കയ്യിലുള്ള മാണിക്കക്കല്ല് കാണിച്ച് അതിനെ പേടിപ്പിച്ച് അവിടെ നിന്നും ഓടിച്ചു. അതിനുശേഷം റായ അവിടുത്തെ അരുവിലേക്ക് ഇറങ്ങി അവിടെ ഡ്രാഗൺ സ്കോർ വെച്ച് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വിശ്വസിച്ചെങ്കിലും അവൾ എന്നെ ചതിച്ചു. എനിക്കെന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പ്ലീസ് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ് ആ ഡോളറിൽ വെള്ളം ഒഴിച്ചതും അതെല്ലാം മുകളിലേക്ക് പോയി ഒന്നായി ചേർന്ന് സിസു ഡ്രാഗൺ ഉണ്ടായി.
അത് കണ്ട് റായക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. സിസു ഡ്രാഗൺ 500 വർഷം ഉറങ്ങിപ്പോയത് അറിയാതെ അതിന്റെ കൂടെയുള്ള മറ്റു ഡ്രാഗന്റെ പേര് വിളിക്കുന്നത് കേട്ട് റായ നടന്ന കാര്യം സിസുവിനോട് പറയുമ്പോൾ 500 വർഷം ഞാൻ ഉറങ്ങിയോ? എന്റെ കുടുംബം ഇപ്പോഴും കല്ലായി തന്നെയാണോ ഇരിക്കുന്നത്? ആ മാണിക്കക്കല്ല് പൊട്ടിയോ എന്നെല്ലാം വളരെ ഷോക്കോടെ ചോദിക്കുമ്പോൾ റായ അതിനിപ്പോൾ എന്താ, ഈ മാണിക്കക്കല്ലിന്റെ കഷ്ണം വെച്ച് വേറെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അത് ഞാൻ ഒറ്റക്കുണ്ടാക്കിയതല്ല, എന്റെ കുടുംബവും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാവരും കല്ലായി പോയപ്പോൾ അവസാനമുണ്ടായിരുന്ന എനിക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടി, അത്രയുള്ളൂ എന്ന് പറഞ്ഞ് ആ മാണിക്കല്ല് തൊട്ടതും സിസുവിന്റെ ശരീരം ഫുള്ളായി തിളങ്ങി. അത് സിസുവിന്റെ അനിയത്തി ഡ്രാഗന്റെ പവറായിരുന്നു എന്ന് പറഞ്ഞ് വളരെ സന്തോഷിക്കുമ്പോൾ റായ സിസുവിന് എന്ത് പവറാണ് ഉള്ളത് എന്ന് ചോദിച്ചു. എനിക്ക് വളരെ വേഗത്തിൽ നീന്താൻ കഴിയും എന്ന് പറഞ്ഞു റായ എങ്ങനെയെങ്കിലും ബാക്കിയുള്ള മാണിക്കക്കല്ലിന്റെ കഷ്ണങ്ങൾ കണ്ടെത്തി. എല്ലാം ഒരുമിച്ച് ചേർത്ത് ട്രോണിനെ ഇല്ലാതെയാക്കി അച്ഛന്റെ ആഗ്രഹം പോലെ 5 നാടുകളെ ഒന്നാക്കി കൊമാൻഡറെയാക്കണം, അച്ഛനെയും മറ്റു ജനങ്ങളെയും തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. റായ അവിടെയുണ്ടെന്ന വിവരം ലഭിച്ച് അവിടേക്ക് വന്ന ഫ്രാങ്ക് ഗാങ്ങിന് നിരാശയോടെ പോകേണ്ടി വന്നു. കാരണം അവർ വരുന്നതിനു മുൻപേ റായ അവിടെ നിന്നും പോയിട്ടുണ്ടാകും. അതിലെ ബാക്കിയുണ്ടായിരുന്ന കല്ലെല്ലാം 4 നാട്ടിലെ ചീഫുകളുടെ കയ്യിലാണ്. അതുകൊണ്ട് അവർ ആദ്യം ടൈൽ നാട്ടിലെ ചീഫുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെയുള്ള ട്രാപ്പ് കണ്ട് സുസു ഇത് ട്രോണിനെ തടയില്ലല്ലോ. അത് ട്രോണിനെ തടയാനല്ല, മറ്റു നാട്ടിലെ ആളുകൾ കടന്നു വരുന്നതിന് എതിർക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് റായ ആ ട്രാപ്പ് വളരെ കഷ്ടപ്പെട്ട് കടക്കുമ്പോൾ സിസു അത് വളരെ സിമ്പിളായി കടന്നു വന്നിട്ട് ഇതൊക്കെ വെറും നിസ്സാരമാണ് എന്ന് പറയുകയാണ്. റായ ടൈൽ നാട്ടിലെ ചീഫിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും കല്ല് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ സിസു അവരെ വിശ്വസിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ചോദിച്ചാൽ ആ കല്ല് അവർ തീർച്ചയായും തരും എന്ന് പറയുമ്പോൾ ഒരു തവണ താൻ വിശ്വാസത്തിന്റെ പേരിൽ ചതിക്കപ്പെട്ടതുകൊണ്ട് റായ സിസുവിന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടേക്ക് ഒരു കളർ വണ്ട് വരികയും സിസു ഹായ് എത്ര ഭംഗിയുള്ള വണ്ടാണ് എന്ന് പറഞ്ഞ് അതിന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു പുക വരുന്നത് കണ്ട് റായ അതും ഒരു ട്രാപ്പാണ് എന്ന് പറഞ്ഞ് സിസുവിനെ മാറ്റിയതും അത് പൊട്ടിത്തെറിച്ചു. പിന്നീട് അവർ പോകുന്ന വഴിയിൽ ഒരുപാട് കളർ വണ്ടുകൾ ഉണ്ടായിരുന്നു. എന്നാലും അവർ അതിനൊന്നും ടച്ച് ചെയ്യാതെ മുന്നോട്ട് പോയി. ഉള്ളിലേക്ക് ചെന്നതും പൊട്ടിയ മാണിക്കക്കല്ലിന്റെ കഷ്ണം കയ്യിൽ വെച്ച് ടെയിലിന്റെ ചീഫ് മരിച്ച് അസ്ഥികൂടമായിട്ടുണ്ട്. റായ വളരെ ശ്രദ്ധയോടെ ആ കയ്യിൽ ഒരു വടിയുടെ ബാലൻസ് കൊടുത്ത് ആ കല്ല് എടുത്തു. സുസുവിനെ ആ കല്ല് കൊടുത്തപ്പോൾ സിസു ഒരു പെണ്ണായി മാറി. ഇത് സുസുവിന്റെ ചേച്ചിയുടെ പവറാണ്. റായയ്ക്ക് ഇനി സുസുവിനെ ഒളിപ്പിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം സിസു ഇപ്പോൾ ഒരു ഡ്രാഗനാണെന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ അവിടേക്ക് നെമാരി വന്നെങ്കിലും റായ നേരത്തെ ബാലൻസ് ചെയ്ത് വടി തട്ടിയിട്ട് അവരുടെ ദേഹത്തേക്ക് മണ്ണ് വീണ ഗ്യാപ്പിൽ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. എന്നാലും അവരുടെ പിന്നാലെ പൂച്ചകളുടെ പുറത്തിരുന്ന് നെമാരി വളരെ വേഗത്തിൽ വരുന്നുണ്ടായിരുന്നു. പൂച്ചകൾക്ക് വെള്ളം പേടിയാണെന്ന് മനസ്സിലാക്കിയ റായ അവിടെയുണ്ടായിരുന്ന വെള്ളക്കെട്ടിലേക്ക് ചാടി. എന്നിട്ട് അവിടെയുണ്ടായിരുന്ന ബോട്ടിൽ കയറി അതിലെ പയ്യന് പണം നൽകി കാലോണിലേക്ക് പോകാൻ പറഞ്ഞ്. എന്നാൽ ഹെവി ആയിട്ടുള്ള ബോട്ട് വളരെ വേഗത്തിൽ തുഴയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സിസു വേഗം വെള്ളത്തിലേക്ക് ചാടി വളരെ വേഗത്തിൽ ആ ബോട്ട് തുഴഞ്ഞു. സിസു കുറച്ചു നേരം വെള്ളത്തിനടിയിൽ വളരെ അധികം എൻജോയ് ചെയ്ത് പുറത്തേക്ക് വന്നത് ഡ്രാഗന്റെ രൂപത്തിലായിരുന്നു. അത് കണ്ട് റായ സിസു നീ ഇപ്പോൾ ഡ്രാഗന്റെ രൂപത്തിലായാൽ ശരിയാവില്ല, ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, നമ്മൾ മാണിക്കക്കല്ല് എടുക്കുന്നത് വരെയെങ്കിലും നീ മനുഷ്യരൂപത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് സിസുവിനെ മനസ്സിലാക്കുകയാണ്. സിസുവും റായ പറഞ്ഞത് പ്രകാരം മനുഷ്യരൂപത്തിൽ വന്നു. അപ്പോൾ ആ പയ്യൻ അവർക്ക് കഴിക്കാൻ സൂപ്പ് കൊടുത്തു. എന്നാൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് റായ. ആ പയ്യൻ ഒരു മായവുമില്ലാതെ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ കൂടി റായ എനിക്കിതിൽ അവൻ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കഴിക്കാതിരിക്കുന്നത് കണ്ട് ആ പയ്യൻ അത് കഴിച്ചു കാണിച്ചു കൊടുത്തു. അത് കാരണം റായും ആ ഫുഡ് വളരെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. ആ സമയം നെമാരിക്ക് റായെ കിട്ടാത്തത് കാരണം അവൾ ചീഫിനെ കാണാൻ പോവുകയാണ്. പോകുന്ന വഴിയിൽ കല്ലായി മാറിയവരെ വണങ്ങിക്കൊണ്ടാണ് അവൾ പോകുന്നത്. അവിടെ അവർ പോകുന്നതിന് ചുറ്റും ട്രോണിനെ കണ്ട് ആ പയ്യൻ ഇവർ കാരണമാണ് എനിക്കെന്റെ കുടുംബത്തെ നഷ്ടമായത്. അത് കേട്ട് സുസു മനുഷ്യരുടെ വാക്കുതർക്കം കാരണമാണ് ട്രോൺ ഉണ്ടായത്. ഡ്രാഗൺ മനുഷ്യർക്ക് നല്ലത് ചെയ്യുമെങ്കിൽ ട്രോൺ മനുഷ്യരുടെ തെറ്റായ ചിന്തകളെ വളർത്തും എന്ന് പറയുന്നു. അങ്ങനെ അവർ ടാലോ നഗരത്തിലെത്തി. ഇവിടത്തെ ചീഫ് സൗന്ദര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ആളാണ് എന്ന് റായ പറയുമ്പോൾ എന്നാൽ നമുക്ക് ആ ചീഫിന് ഒരു മേക്കപ്പ് ബോക്സ് ഗിഫ്റ്റായി കൊടുക്കാം എന്ന് പറഞ്ഞ് സിസു ഗിഫ്റ്റ് വാങ്ങാൻ പോകുമ്പോൾ റായ ഇവിടെയുള്ളവർ നന്നായി പിക്ക് പോക്കറ്റ് അടിക്കും, നിനക്ക് ഇപ്പോഴുള്ള മനുഷ്യരെ പറ്റി അറിയില്ല, അതുകൊണ്ട് നീ ബോട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് റായ ചീഫിന്റെ അടുത്തേക്ക് പോകുന്നു.
അവിടെ ഒറ്റയ്ക്ക് ഒരു കുട്ടി കരയുന്നത് കണ്ട് റായ അതിനെ എടുത്ത തക്കത്തിൽ ടുക്ടുക്കിന് പുറത്ത് വെച്ചിരുന്ന മാണിക്കക്കല്ലിന്റെ കഷ്ണങ്ങൾ 3 കുരങ്ങുകൾ എടുത്തു. എന്നാൽ ആ കുട്ടിയും റായയുടെ മുഖത്തിന് ഒരു കിക്ക് കൊടുത്ത് ആ കുരങ്ങുകളുടെ കൂടെ ഓടി. സിസു, നമുക്ക് മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടാക്കണം. ഇവിടുത്തെ ചീഫിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്ത് സന്തോഷിപ്പിച്ചാൽ അവർ തീർച്ചയായും കല്ലിന്റെ കഷ്ണം തരും. പക്ഷേ ഗിഫ്റ്റ് വാങ്ങാൻ എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയുമ്പോൾ ആ പയ്യൻ, കാശില്ലെങ്കിലും നിനക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ, കാശ് പിന്നെ തരാം, വിശ്വസിക്ക് എന്ന് പറഞ്ഞാൽ മതി. ആഹാ, ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ആ പയ്യൻ പറഞ്ഞതുപോലെ ആ ഡയലോഗും പറയുകയാണ്. ആ കടക്കാരൻ, നീ ആരാ, നിന്നെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സിസു, ഞാൻ സിസു, റായയുടെ കൂടെ വന്നതാണ്. അവളുടെ കയ്യിൽ ഒരു വാള്, 2 മാണിക്കക്കല്ല് എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ഒരു വയസ്സായ സ്ത്രീ വന്ന് സിസുവിനെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. റായ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കല്ലും വാങ്ങി നിങ്ങളുടെ ഫാമിലി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ കുടുംബം കല്ലായി മാറി എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ പോകുന്നത് കണ്ട് റായ, നിങ്ങൾ എനിക്ക് വേണ്ടി ചീഫിന്റെ അടുത്തുള്ള സോൾജേഴ്സിന്റെ ശ്രദ്ധ മാറ്റുമോ എന്ന് ചോദിച്ചതും അവർ ആ ജോലി വളരെ നല്ലതിൽ ചെയ്യുന്ന തക്കത്തിൽ റായ ചീഫിന്റെ അടുത്ത് പോയി കത്തി കാണിച്ച് കല്ലെവിടെ എന്ന് ചോദിച്ചതും, എന്നാൽ അത് ചീഫല്ലായിരുന്നു, നീ അന്വേഷിക്കുന്ന ചീഫ് കല്ലായി മാറി ഇപ്പോൾ വേറെ ചീഫാണ്. ആദ്യത്തെ ചീഫിനേക്കാളും ഇപ്പോഴത്തെ ചീഫ് കുറച്ച് പ്രശ്നക്കാരിയാണ് എന്ന് അയാൾ റായയോട് പറഞ്ഞു. അയാൾ പറഞ്ഞ ഇപ്പോഴത്തെ ചീഫ് ആരാണെന്ന് വെച്ചാൽ സിസുവിന്റെ കൂടെ പോകുന്ന ആ വയസ്സായ സ്ത്രീയാണ്. ആ സ്ത്രീ സംസാരിച്ചു ചീഫിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സിസുവിനെ ആ സിറ്റിക്ക് പുറത്ത് കൊണ്ടുപോയി. സിസു, നമസ്കാരം ചീഫ് എന്ന് പറഞ്ഞ് അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ ചുറ്റും ട്രൂൺ ഉണ്ടായിരുന്നു. ആ സ്ത്രീ കല്ലെവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ വിശ്വസിച്ചു എന്ന് പറഞ്ഞെങ്കിൽ കൂടി എന്നെ വിശ്വസിച്ചത് തന്നെ വളരെ തെറ്റ് എന്ന് പറഞ്ഞ് ആ വാതിൽ അടക്കുമ്പോൾ തന്നെ അവിടേക്ക് റായ ടുക്ടുക്കിന്റെ പുറത്തിരുന്ന് വളരെ വേഗത്തിൽ വന്ന് ആ ചീഫിന്റെ കയ്യിൽ നിന്ന് കല്ലെടുത്ത് സിസുവിന് കൊടുത്തതും സിസുവിന്റെ ഏട്ടന്റെ പവർ കാരണം അവിടെ മൊത്തം പുക വരികയും അവർ അവിടെ നിന്നും രക്ഷപ്പെട്ട് ബോട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ആ 3 കുരങ്ങും കുട്ടിയും റായയുടെ കൂടെ വന്നിട്ടുണ്ടാകും. അവിടെ സീൻ കട്ട് ചെയ്താൽ നെമ്മാരി റായയുടെ കയ്യിലുള്ള മാണിക്കക്കല്ലിന്റെ കഷ്ണങ്ങൾ എടുക്കണം. അവൾ ഇപ്പോൾ സ്പെയിൻ നാട്ടിൽ ഉണ്ടാകും. ഇതാണ് കറക്റ്റ് സമയം. അത് കിട്ടിയാൽ നമ്മുടെ നാടിന്റെ വിസ്തൃതി കൂട്ടാം എന്ന് പറയുമ്പോൾ അവളുടെ അമ്മ അതിന് സമ്മതിക്കുന്നു. അവിടെ ബോട്ടിൽ സിസു ഡ്രാഗൺ ആവശ്യം വന്നാൽ ആരെയും ചതിക്കാൻ മനുഷ്യർ തയ്യാറാണ് എന്ന് ഫീൽ ചെയ്ത് പറയുമ്പോൾ റായ, അതുകൊണ്ടാണ് ഞാൻ ആരെയും വിശ്വസിക്കാത്തത് എന്ന് പറയുന്നു. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ചാലേ അവർ നമ്മളെയും വിശ്വസിക്കുകയുള്ളൂ എന്ന് സിസു ഡ്രാഗൺ പറഞ്ഞു. അവർ കുറച്ചു കഴിഞ്ഞ് സ്പെയിൻ നാട്ടിലെത്തിയതും സിസു ബോട്ടിൽ ഉണ്ടായിരുന്ന ഫുഡ് എടുത്ത് നമ്മൾ അവർക്ക് സ്നേഹം കൊടുത്ത് കല്ല് വാങ്ങണം എന്ന് പറഞ്ഞ് ഓടി. റായയും സിസുവിനെ പിന്നാലെ ഓടി. സിസു വേഗത്തിൽ അവിടുത്തെ ഗേറ്റിൽ തൊട്ടതും ഒരു കയർ വന്ന് അവരെ കെട്ടിയിട്ടു. എന്നിട്ട് അവിടേക്ക് ഒരാൾ വന്ന് അവരെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ടുക്ടുക്കും ആ പയ്യനും വന്ന് റായയെ രക്ഷിച്ച് അയാളെ കെട്ടിയിട്ടു. എന്നാൽ നെമാരിയും അവളുടെ ആളുകളും കൂടി പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. റായ പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ സ്പെയിൻ നാട്ടിലെ അയാളൊക്കെ എല്ലാവരും കല്ലായിട്ടുണ്ടാകും. അത് കണ്ട് റായ അയാളോട്, വളരെ നല്ലതിൽ, എനിക്കറിയാം നിങ്ങളുടെ കുടുംബം കല്ലായി എന്ന്. സ്വന്തം കുടുംബത്തെ നഷ്ടമായാലുള്ള വേദന എനിക്കും അറിയാം. ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ മനസ്സ് മാറി പുറത്തേക്ക് പോകാനുള്ള മറ്റൊരു വഴി പറഞ്ഞുകൊടുത്ത് അയാളും അവരുടെ കൂടെ പോവുകയാണ്. എല്ലാവരെയും ആ വഴിയിലൂടെ പറഞ്ഞയച്ച് നെമാരിയുടെ ശ്രദ്ധ മാറ്റാൻ റായ നെമാരിയുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോയി. എനിക്ക് നിന്നെ നേരിടാൻ എൻ്റെ ഈ വാൾ മാത്രം മതി. എന്നാൽ നിനക്ക് ഇത്രയും പേരുടെ ആവശ്യമുണ്ടോ എന്ന് പുച്ഛത്തോടെ പറയുമ്പോൾ നെമാരി അവളുടെ ആളുകളെ മാറ്റി നിർത്തി. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ വന്നു. 2 പേരും നല്ലതിൽ ഫൈറ്റ് ചെയ്തെങ്കിൽ കൂടി റായ വീഴുന്നത് കണ്ട് സിസു ഡ്രാഗന്റെ രൂപത്തിൽ വന്ന് അവിടെ പുകയുണ്ടാക്കി അവിടെ നിന്ന് റായയുമായി പോയി. സിസു ഡ്രാഗനെ നേരിൽ കണ്ട നെമാരി വളരെ ഷോക്കിൽ നിൽക്കുകയാണ്. ബോട്ടിലെത്തിയ എല്ലാവരും, ഇതു സിസു ഡ്രാഗൻ ആണെന്ന് ആദ്യമേ പറയാമായിരുന്നില്ലേ? ഞങ്ങളും ട്രൂണിനെ ഇല്ലാതാക്കി ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അയാൾ സ്പെയിൻ നാട്ടിലെ കല്ല് സിസുവിന്റെ കയ്യിൽ കൊടുത്തതും സിസുവിന്റെ ഏട്ടന്റെ പവർ കാരണം അവിടെ മഴ ഉണ്ടാവുകയാണ്. ആ മഴയിൽ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി സന്തോഷത്തോടെ കളിക്കുകയാണ് സിസു. പിന്നീട് റായ അവരോട്, ഇനി നമ്മുടെ ലക്ഷ്യം ഫ്രാങ്ക് നാട്ടിലെ കല്ലെടുക്കാനാണ് എന്ന് പറയുമ്പോൾ ആ പയ്യൻ, അവിടെ ചുറ്റും വെള്ളമാണ്, നമുക്ക് വെള്ളത്തിൽ മാജിക് ചെയ്യാൻ കഴിയുന്ന ഒരു ഡ്രാഗൺ ഉണ്ട്. പിന്നെ അവിടെയുള്ള കുറച്ചു പേരെ ഞാൻ ഫൈറ്റ് ചെയ്ത് ഓടിക്കാം. ഇയാളെ കണ്ടാലേ അവർ ഓടിക്കോളും. ഈ കുട്ടിയും കുരങ്ങനും ചേർന്ന് അവിടുത്തെ ചീഫിന്റെ കയ്യിൽ നിന്ന് കല്ലെടുത്ത് സിസുവിന് കൊടുത്ത് സിസു എല്ലാ കല്ലും ഒരുമിച്ച് വെച്ച് ഡ്രൂണിനെ ഇല്ലാതാക്കി ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നല്ല ഐഡിയ, പക്ഷെ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് റായ പറഞ്ഞപ്പോൾ സിസു, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഞാൻ നെമാരിയുടെ അടുത്തേക്ക് പോയി
അവൾക്കൊരു ഗിഫ്റ്റ് സ്നേഹത്തോടെ കൊടുത്ത് അവളുടെ കയ്യിൽ നിന്ന് കല്ല് തിരിച്ചു വാങ്ങാം എന്ന് പറയുമ്പോൾ റായ അതും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സിസു റായയെ എടുത്ത് ഹാർട്ട് നാട്ടിലേക്ക് പോയി 500 വർഷങ്ങൾക്ക് മുൻപ് കല്ലായിപ്പോയ ഡ്രാഗൺസിനെ കാണിച്ചു കൊടുത്തപ്പോൾ റായ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയാണ് 500 വർഷങ്ങൾക്ക് മുൻപ് ട്രൂണിന്റെ കൂടെ യുദ്ധമുണ്ടായപ്പോൾ എൻ്റെ സഹോദരൻ വെങ്കു വെള്ളം എടുത്ത് ഒരു ഗോളമുണ്ടാക്കി ഓരോരുത്തരുടെയും ശക്തി അതിലേക്ക് ആവാഹിച്ച് എനിക്ക് തന്നു. എന്നിട്ടവർ കല്ലായി മാറി. എന്നാൽ എനിക്കും അവർക്കും പരസ്പരം ട്രൂണിനെ ഇല്ലാതാക്കാൻ കഴിയും എന്ന വിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അന്ന് ട്രൂൺ ഇല്ലാതായത്. എല്ലാ കല്ലും ഒരുമിച്ച് ചേർത്താൽ മാത്രം പോരാ, പരസ്പര വിശ്വാസവും ഉണ്ടാകണം. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് നെമാരിയോട് സംസാരിക്കാം. അവൾക്ക് ഈ നാട് തിരിച്ചു കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റായ എനിക്ക് മനസ്സിലായി. നിന്റെ പ്ലാൻ പോലെ തന്നെ നമുക്ക് നെമാരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്ത് സംസാരിക്കാം എന്ന് പറയുമ്പോൾ സിസു വളരെ സന്തോഷിച്ച് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നാലോചിക്കുമ്പോൾ റായ അവളുടെ കയ്യിലുള്ള ആ ഡ്രാഗൺ ഡോളർ കാണിച്ചു കൊടുത്തു. അവിടെ നെമാരി അവളുടെ അമ്മയോട് ഞാൻ സിസു ഡ്രാഗനെ കണ്ടു. ആ ഡ്രാഗൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം പണ്ടത്തെ പോലെ ആക്കാൻ കഴിയും, കല്ലായി മാറി എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ അമ്മ എല്ലാവരും തിരിച്ചു വരുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്, എന്നാൽ ഇതിനെല്ലാം കാരണം നമ്മളാണ് എന്ന് പറഞ്ഞ് അവർ നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ നമ്മുടെ കയ്യിൽ സിസു ഡ്രാഗനും മാണികക്കല്ലും ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ വിശ്വസിക്കാതെ ഇരിക്കുകയുള്ളൂ. എന്നാൽ സിസു ഡ്രാഗൺ നമ്മുടെ കൂടെ വരില്ലല്ലോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നെമാരിയുടെ അമ്മ അവിടെ നിന്നും പോകുന്നു. റായ ഫ്രാങ്ക് നാട്ടിൽ വന്ന് കുട്ടിയുടെ കയ്യിൽ ആ ഡോളർ കൊടുത്ത് നെമാരിക്ക് വെച്ചു കൊടുത്തതും നെമാരി അത് തുറന്നു നോക്കി റായക്ക് സിഗ്നൽ കൊടുത്തു. റായ നെമാരിയുടെ അടുത്തേക്ക് പോയപ്പോൾ നെമാരി തനിച്ച് ആ കല്ലുമെടുത്ത് വന്നത് കണ്ട് റായ ആ കല്ലെടുക്കാൻ പോയപ്പോൾ നെമാരി ക്രോസ്ബോ കാണിച്ച് സിസുവിനോട് അവളുടെ കൂടെ വരണം, എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറയുമ്പോൾ റായയുടെ കൂടെയുള്ളവർ നെമാരിയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടു സിസു ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സമാധാനത്തിൽ അവളുടെ അടുത്തേക്ക് പോയി. എന്നാൽ റായ നെമാരി സിസുവിനെ അറ്റാക്ക് ചെയ്യുമെന്ന് കരുതി അവളുടെ ആയുധം നെമാരിക്ക് നേരെ ഉപയോഗിച്ചതും അവളുടെ കയ്യിലെ ക്രോസ്ബോയിലെ അമ്പ് സിസുവിനെ കൊണ്ട് സിസു വെള്ളത്തിലേക്ക് വീണു. അവസാന ഡ്രാഗനും ഇല്ലാതായതുകൊണ്ട് അവിടുത്തെ വെള്ളമെല്ലാം ഭൂമിന്റെ അടിയിലേക്ക് പോവുകയാണ്. ട്രൂണും ഇനി അവരെ തടയാൻ ഒരു ശക്തിയും ഇല്ലെന്ന് മനസ്സിലാക്കി വളരെ ശക്തിയിൽ അവിടെയുള്ള ജനങ്ങളെ കല്ലാക്കി മാറ്റാൻ തുടങ്ങി. റായും വളരെ ദേഷ്യത്തിൽ നെമാരിയുടെ അടുത്തേക്ക് പോയപ്പോൾ നെമാരിയുടെ അമ്മ കല്ലായി മാറിയ ദേഷ്യത്തിൽ റായുമായി ഫൈറ്റ് ചെയ്തു. അവർക്കിടയിൽ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റായുടെ കൂടെയുള്ളവർ അവരുടെ കയ്യിലുള്ള മാണിക്കക്കല്ലിന്റെ കഷ്ണങ്ങൾ വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കുകയാണ്. ഇപ്രാവശ്യം റായ നെമാരിയെ അടിച്ചു വീഴ്ത്തി. നെമാരി അപ്പോൾ ഇങ്ങനെ നടക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. സിസു എന്നെ വിശ്വസിച്ചു. നീയാണ് സിസു പറഞ്ഞത് വിശ്വസിക്കാത്തത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നത്. നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ സിസു ഇല്ലാതാകാൻ കാരണം ഞാൻ മാത്രമല്ല നീയുമാണ് എന്ന് പറഞ്ഞപ്പോൾ റായ തൻ്റെ കൂടെയുള്ളവരെങ്കിലും രക്ഷിക്കണം എന്ന് കരുതി അവരുടെ അടുത്തേക്ക് പോയി മാണിക്കക്കല്ലിന്റെ കഷ്ണം വെച്ച് ട്രൂണിനെ എതിർക്കുമ്പോൾ നെമാരിയും തൻ്റെ മനസ്സ് മാറി അവിടേക്ക് വന്ന് ട്രൂണിനെ എതിർക്കുന്നു. അപ്പോൾ റായക്ക് അവിടെ ഡ്രാഗൺ റോളർ കിട്ടിയതും സിസു പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. ഡ്രാഗൺ റോളർ ഉണ്ടായിരുന്ന പവർ കാരണമല്ല അന്ന് ട്രൂൺ ഇല്ലാതെയായത്, അവർക്കിടയിലുണ്ടായിരുന്ന പരസ്പര വിശ്വാസമാണ് അന്ന് ഡ്രൂണിനെ ഇല്ലാതാക്കിയത്. ഇന്നും ഡ്രൂണിനെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മളിൽ പരസ്പര വിശ്വാസം ഉണ്ടാകണം എന്ന് പറഞ്ഞ് റായ തന്റെ മാണിക്കക്കല്ലിന്റെ കഷ്ണം നെമാരിക്ക് കൊടുത്ത് കല്ലാവുന്നു. അത് കണ്ട് മറ്റുള്ളവരും അവരുടെ മാണിക്കക്കല്ലിന്റെ കഷ്ണങ്ങൾ നെമാരിക്ക് കൊടുത്ത് കല്ലാവുകയാണ്. നെമാരി ആ കല്ലെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു ഗോളമാക്കി അവളും കല്ലായി. എന്നാൽ അവരിൽ പരസ്പര ഡ്രൂണിനെ ഇല്ലാതാക്കാൻ കഴിയും എന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം ആ മാണിക്കക്കല്ലിന്റെ ശക്തി പ്രവർത്തിച്ച് അവിടെ ഉണ്ടായിരുന്ന ഡ്രൂണിനെ ഇല്ലാതാക്കി മനുഷ്യരെ തിരിച്ചു കൊണ്ടുവന്നു. അവരും വളരെയധികം സന്തോഷിച്ച് തന്റെ കുടുംബക്കാരെ പോയി കണ്ടു. വെള്ളവും തിരിച്ചു വന്നു. കല്ലായി മാറിയ എല്ലാ ഡ്രാഗൺസിനും ജീവൻ കിട്ടി. അവരെല്ലാം ചേർത്ത് സിസു ഡ്രാഗനെ പുറത്തേക്ക് കൊണ്ടുവന്നു. സിസു ഡ്രാഗനും തന്റെ കുടുംബക്കാരെ കണ്ടതിൽ വളരെയധികം സന്തോഷിച്ച് അവരോട് നന്ദി പറഞ്ഞു. റായയുടെ അച്ഛന്റെ ആഗ്രഹം പോലെ 5 നാടുകൾ ഒന്നായി വീണ്ടും കുമാൻഡറായി മാറി. ഇങ്ങനെ ഹാപ്പി എൻഡിങ്ങോട് കൂടി റായ ആൻഡ് ദ ലാസ്റ്റ് ഡ്രാഗൺ എന്ന മൂവി അവസാനിക്കുന്നു. ഈ മൂവി കോവിഡ് കാലത്ത് അനിമേറ്റ്സ് അവരുടെ വീട്ടിലിരുന്ന് ചെയ്തതാണ്. അതിനവർക്കൊരു പ്രശംസ കൊടുക്കാം. നമുക്കും അവരെ പോലെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത് വരേക്കും ബൈ.